ഗുജറാത്തിലുള്ള ഡൈനോസർ ഫോസിൽ പാർക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തിച്ചേർന്നത് ഇതിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ്. ബാലസ്നോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മ്യൂസിയം നിലകൊള്ളുന്നത്. ഗുജറാത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ഡൈനോസർ ഫോസിലുകൾ ലഭ്യമായിട്ടുണ്ട്. അത് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ലഭ്യമായിരിക്കുന്നത്, അതിൻ്റെ വലിപ്പം എത്രമാത്രമുണ്ട്, അതിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, അതിൻ്റെ പഴക്കം എത്രമാത്രമുണ്ട് എന്നിങ്ങനെയുള്ള വിവിധ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഗാലറിയാണ് ഈ ഒരു ഭാഗത്ത് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ടൂറിസം വകുപ്പാണ് ഇതിൻ്റെ മേൽത്തോട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് നല്ല ഒരു അറിവ് ലഭ്യമാകുന്ന ഉദ്ദേശത്തിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വ്യാപ്തി ഗുജറാത്തിൽ പ്രത്യേകിച്ച് ഡൈനോസർ ഫോസിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നും ഡൈനോസറുകളുടെയൊക്കെ കാലാവധിയും വർഷങ്ങളും ഒക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു എന്നതിനെപ്പറ്റിയുള്ള നല്ല ഒരു അറിവ് ലഭിക്കുവാൻ ഈ ഒരു ഗാലറി തീർച്ചയായിട്ടും ഉപകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലൂടെ കണ്ണോടിച്ച് വീഡിയോ കണ്ണുകൾ ഒപ്പം ഞാൻ ചലിപ്പിക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഡൈനോസറിനെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിക്കുവാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാലറി ഏറെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഗുജറാത്ത് സ്റ്റേറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനോടകം ഇതിൻ്റെ ഗവേഷകർ ഒത്തിരിയേറെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പഴക്കം എത്രമാത്രമുണ്ടെന്നും ഏതൊക്കെ ഭാഗത്താണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരണവും രേഖാചിത്രങ്ങളും അതിൻ്റെ ഡെമോയും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഗാലറി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൻ്റെ ഭാഗമായിട്ടും എത്തിച്ചേരുന്നവർക്ക് തീർച്ചയായിട്ടും ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഗാലറി പ്രദർശനമാണ് ഈ ഒരു ഭാഗത്ത് അവർ നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദീർഘവീക്ഷണത്തോടു കൂടി ഇവിടെ എത്തിച്ചേരുന്നവർക്ക് നല്ലൊരു അറിവ് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ഗുജറാത്ത് സ്റ്റേറ്റിലെ ഡൈനോസർ ഫോസിലിനെ കുറിച്ചുള്ള നല്ല ഒരു അവതരണം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും നല്ല അറിവോടുകൂടി മാത്രമാണ് തിരിച്ചു പോകുവാൻ സാധിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തെ സ്നേഹിക്കുന്നവരാകണം, അല്ലെങ്കിൽ പഴമയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു ഗാലറിയിലേക്ക് ഒക്കെ വരുവാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഏറെ ഉപകാരപ്രദമായ ഒരു ഗാലറിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.